നാഥ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ദൈവമേ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മുഖത്തപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിച്ചു. ഞങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നുപോയി, സുഖമായി ഉറക്കം ഞങ്ങൾക്ക് തന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ നൽകി തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്തു. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ നാളുകളിലുമൊക്കെ ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ഇടപാടുകളിൽ, ജോലി മേഖലകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് അതിശയകരമായി ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയാനാഥ, അവിടുത്തെ ദയയാണ്, അവിടുത്തെ വിശ്വസ്തതയാണ്. ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേക്ക് മഹത്വം കരേറ്റുകയാണ്. കർത്താവെ, ഇന്ന് പ്രഭാതത്തിലും തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മിക ബലം പ്രാപിച്ച് കർത്താവെ സന്തോഷത്തോടെ മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഹല്ലേലൂയ തുറന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. നല്ല ഗാനങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നല്ല സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. അവിടുത്തെ മാറ്റമില്ലാത്ത ശബ്ദം കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ഇതോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ വിചാരങ്ങളെ വികാരങ്ങളെ അറിയുന്ന ഞങ്ങളുടെ കർത്താവ് ദൈവമേ അവർക്ക് വേണ്ടതായ ബലം നൽകി, ധൈര്യം നൽകി കർത്താവ് ഇത് പകൽക്കാലം ഹല്ലേലൂയ സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് സകല രോഗത്തിനും വൈദ്യനായ കർത്താവ് സൗഖ്യമയക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാരെ എല്ലാം പേരുപേരായി ഓർക്കുന്നു. കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, തിരുക്കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. പ്രാർത്ഥനകൾ ഈ യാചന അവിടുന്ന് കേട്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്നൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. വന്ദനം പാടി മന്നൻ മുൻകൂടി, വന്ദനം പാടി മന്നൻ മുൻകൂടി, മന്നതയകന്നു തിരുമുന്നിലഭയമിരുന്നു, മന്നതയകന്നു തിരുമുന്നിലഭയമിരുന്നു. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. മോദമായി കൂടുക നാം, പരനു ബഹുനാദമായി പാടുക നാം. മോദമായി കൂടുക നാം, പരനു ബഹുനാദമായി പാടുക നാം. ഗീതഗണം തേടി നാഥനു നാം പാടി, ഗീതഗണം തേടി നാഥനു നാം പാടി. നാഥനാമവന്റെ തിരുനാമമേ ഗതിയായി നാടി, നാഥനാമവന്റെ തിരുനാമമേ ഗതിയായി നാടി. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. ശ്രേഷ്ഠതയിൽ നായകൻ കഷ്ടതയിൽ നിന്നവർ കൃഷ്ണരായുധരിക്കും
കഷ്ടതയിൽ നിന്നവർ ദൃഷ്ടരായുധരിപ്പവരെന്താളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. തന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾ പാദം തന്നിൽ പതിച്ചിടുന്നു. തന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾ പാദം തന്നിൽ സ്തുതിച്ചിടുന്നു. മന്നവ മന്നർ പ്രസന്നരായി വാഴ്ത്തുന്നു. മന്നവ മന്നർ പ്രസന്നരായി വാഴ്ത്തുന്നു. നന്ദിയോടവരെ വരും ഉന്നതനെ വണങ്ങുന്നു. നന്ദിയോടവരെ വരും ഉന്നതനെ വണങ്ങുന്നു. എന്നാളും സ്തുതിക്കണം നാം. ഹല്ലേലൂയ. സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. ജീവികളിൽ നാഥനെ ജയം പെരുകും ദേവാലയങ്ങളിൽ നാഥനെ. ജീവികളിൽ നാഥനെ ജയം പെരുകും ദേവാലയങ്ങളിൽ നാഥനെ. ജീവനുറവയാം ജീവാലോകേശൻ. ജീവനുറവയാം ജീവാലോകേശൻ. ജീവനുളവാൻ സ്വന്ത സൂനുവെ കൊടുത്തവന്. ജീവനുളവാൻ സ്വന്ത സൂനുവെ കൊടുത്തവന്. എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. തന്നാമ കീർത്തനം നാം തുടർന്നു ചെയ്യിലെന്നും ദിവ്യാനന്ദമാം. തന്നാമ കീർത്തനം നാം തുടർന്നു ചെയ്യിലെന്നും ദിവ്യാനന്ദമാം. ഉന്നതൻ തന്നോടെ സന്നിധം നിന്നു. ഉന്നതൻ തന്നോടെ സന്നിധം നിന്നു. വന്നവനെ പൊതുഗാനം വന്ദനങ്ങളോടനിശം. വന്നവനെ പൊതുഗാനം വന്ദനങ്ങളോടനിശം. എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. ഓ തന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾ പാദം തന്നിൽ പതിച്ചിടുന്നു. തന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾ പാദം തന്നിൽ പതിച്ചിടുന്നു. മന്നവ മന്നർ പ്രസന്നരായി വാഴ്ത്തുന്നു. മന്നവ മന്നർ പ്രസന്നരായി വാഴ്ത്തുന്നു. പൊന്നോടവരെ വരും ഉന്നതനെ വണങ്ങും. നന്ദിയോടവരെ വരും ഉന്നതനെ വണങ്ങുന്നു. എന്നാളും എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. ജീവികളിൽ നാഥനെ ജയം പെരുകും ദേവാലയങ്ങളിൽ നാഥനെ. ജീവികളിൽ നാഥനെ ജയം പെരുകും ദേവാലയങ്ങളിൽ നാഥനെ. ജീവനുറവയാം ജീവാലോകേശൻ. ജീവനുറവയാം ജീവാലോകേശൻ. ജീവനുളയുവാൻ സ്വന്ത സൂനുവെ കൊടുത്തവൻ. ജീവനുളയുവാൻ സ്വന്ത സൂനുവെ കൊടുത്തവൻ. എന്നാളും സ്തുതിക്കാവൻ. ഹല്ലേലൂയ. എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. തന്നാമ കീർത്തനം നാം തുടർന്നു ചെയ്യിലെന്നും ദിവ്യാനന്ദമാം. തന്നാമ കീർത്തനം നാം തുടർന്നു ചെയ്യിലെന്നും ദിവ്യാനന്ദമാം. ഉന്നതൻ തന്നോട് സന്നിധം നിന്നു. ഉന്നതൻ തന്നോട് സന്നിധം നിന്നു. വന്നവരെ പൊതുഗാനം വന്ദനങ്ങളോടനിശം.
കൊന്നവനെ പുതുഗാനം വന്ദനങ്ങളോടീശം എന്നാളും സ്തുതിക്കണം നാം. സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. നാഥനെ എന്നാളും സ്തുതിക്കണം നാം. വന്ദനം പാടി മന്നൻ മുൻകൂടി, വന്ദനം പാടി മന്നൻ മുൻകൂടി, വന്ദതയകന്നു തിരുമുന്നിലഭയമിരൻ, വന്ദതയകന്നു തിരുമുന്നിലഭയമിരൻ, എന്നാളും സ്തുതിക്കണം എന്നാളും സ്തുതിക്കണം നാം. നാഥനെ 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 എന്നാളും സ്തുതിക്കണം നാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി വീണ്ടും അടച്ചു ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ വീണ്ടും സമർപ്പിക്കാം. അമ്മയെ തുടർന്നുള്ള ശുശ്രൂഷകളിലും കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാൻ, അവൻ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം ഓരോരുത്തരും വീണ്ടും നിറയപ്പെടേണ്ടതിന് ഒരുമിച്ച് കർത്താവിനെ വീണ്ടും പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങളെയും നല്ല സാക്ഷ്യങ്ങളെയും ദൈവികാലോചനകളെയും കർത്താവ് നമുക്ക് നൽകി തരണം. കടന്നു വന്നത് പോലെയല്ല,
ആമേൻ. സ്തോത്രകത്തെ മനുഷ്യ ശക്തിയോട് ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കുകയാണ്. ആമേൻ. ദൈവപ്രവൃത്തി യഥാർത്ഥമായി കാണുവാൻ, അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ പകൽക്കാലവും കർത്താവ് നമ്മെ ഇടയാക്കണം. ആമേൻ. തിരുമേശ നമ്മുടെ മധ്യയുണ്ടല്ലോ, അതിൽ നിന്ന് പങ്കാളികളാകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വാത്സല്യം സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ യേശുവേ, ദൈവമേ, ഈ വെള്ളിയാഴ്ച പകൽക്കാലം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ ഞങ്ങൾ കടന്നു ദൈവം സഹായിച്ചനായ സ്തോത്രം. ദൈവമേ, ഇത്രത്തോളം ദൈവമേ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചനായ സ്തോത്രം. ദൈവമേ, കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവമേ ഞങ്ങളുടെ കടന്നു വിട്ടു പോയി എൻ്റെ കർത്താവ്. ദൈവമേ, എൻ്റെ കർത്താവിൻ്റെ കൃപ കരുണ ദയ ദൈവമേ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞനായ സ്തോത്രം എൻ്റെ കർത്താവ്. ദൈവമേ, ആരോഗ്യത്തോടെ ബലത്തോടെ എൻ്റെ കർത്താവ് ദൈവമേ ഞങ്ങളെ നിലനിർത്തനായ സ്തോത്രം എൻ്റെ കർത്താവ്. ദൈവമേ, വാഹനം ഓടിക്കാൻ കർത്താവ് ഞങ്ങൾ സഹായിച്ചനായ സ്തോത്രം എൻ്റെ കർത്താവ്. ദൈവമേ, എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ ദൈവമേ ഞങ്ങൾ പരിപാലിച്ചനായ സ്തോത്രം എൻ്റെ കർത്താവ്. ദൈവമേ, ഞങ്ങളുടെ കഴിവോ മിടുക്കോ സാമർത്ഥ്യമൊന്നുമില്ല, എൻ്റെ കർത്താവിൻ്റെ കൃപ കരുണ ദയ ദൈവമേ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് മാത്രമേ ദൈവമേ ഞങ്ങളിവിടെ നിലനിൽക്കുന്നുണ്ട് എൻ്റെ കർത്താവ്. ദൈവമേ, എൻ്റെ കർത്താവിൻ്റെ ദൂതന്മാരുടെ കാവൽ ദൈവമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന കൊണ്ട് മാത്രം ദൈവമേ ഞങ്ങളിവിടെ നിലനിൽക്കുന്നുണ്ട് കർത്താവ്. ദൈവമേ, കർത്താവിൻ്റെ മഹത്വത്താൽ ദൈവമേ ഞങ്ങൾ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ്. ദൈവമേ, വെള്ളിയാഴ്ച ദൈവമേ ആരാധന മഹത്വത്തിന് കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കും ഏൽപ്പിക്കും. ദൈവമേ, നല്ല പാട്ടുകൾ നൽകി തന്നനായ സ്തോത്രം എൻ്റെ കർത്താവ്. ദൈവമേ, നല്ല സംഗീതം എൻ്റെ കർത്താവ് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ്. ദൈവമേ, നല്ല വചനത്താൽ കർത്താവ് ദൈവമേ ഞങ്ങൾ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ കർത്താവ് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും എൻ്റെ കർത്താവ് ഞങ്ങൾ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, ദാസന്റെ വായിക്കാൻ വരുന്ന ഓരോ വാക്കുകൾ ദൈവമേ എൻ്റെ കർത്താവ് ദൈവമേ ഞങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ ഇടപെടുന്ന പോലെ ദൈവമേ ഞങ്ങളുടെ ദൈവമേ സംസാരിക്കണമേ പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ്. കർത്താവിൻ്റെ മഹത്വത്താൽ ദൈവമേ ഞങ്ങൾ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ്. ദൈവമേ, കടന്നു വരുന്ന ഓരോരുത്തർ കർത്താവ് കരങ്ങൾ സമർപ്പിക്കും ഏൽപ്പിക്കുന്ന കർത്താവ്. ദൈവമേ, കർത്താവിൻ്റെ കൃപയാൽ ദൈവമേ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവമേ ഞങ്ങൾ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കർത്താവ്. ദൈവമേ, തിരിച്ച് കടന്നു പോകുമ്പോൾ ദൈവമേ പൂർണ്ണ ഹൃദയത്തോടെ ദൈവമേ തിരിച്ച് ഭവനത്തിൽ കടന്നു പോകുമ്പോൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കൃത്യമായിട്ട് ദൈവമേ 12ാം ക്ലാസ് ദൈവമേ നടക്കുന്ന എക്സാംസിനോട് ദൈവമേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, കർത്താവ് പിള്ളേരെല്ലാം ദൈവമേ എക്സാംസ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നതിന്റെ കർത്താവ്. ദൈവമേ, അവരെല്ലാവരും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കർത്താവ്. ദൈവമേ, രോഗത്താൽ കടന്നു വരുന്ന കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്. ദൈവമേ, എൻ്റെ കർത്താവ് ദൈവമേ അവർ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തകർന്ന ഹൃദയമായിട്ട് ദൈവമേ വന്നിരുന്ന കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു ഏൽപ്പിക്കുന്ന കർത്താവ്. ദൈവമേ, അവർ പൂർണ്ണ ഹൃദയമായിട്ട് ദൈവമേ പൂർണ്ണ ഹൃദയമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് കടന്നു പോകാൻ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നതിന്റെ കർത്താവ്. ഇനി മുന്നോട്ടുള്ള എല്ലാ മീറ്റിംഗ്സിലും കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നതിന്റെ കർത്താവ്. കൃത്യമായി നമ്മൾ മീറ്റിംഗ് ഹിന്ദി മീറ്റിംഗ്സ് ദൈവമേ വൈകിട്ട് ആരാധന കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന ദൈവമേ കർത്താവ്. ദൈവമേ, കർത്താവിന്റെ കൃപയാൽ ദൈവമേ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രാർത്ഥന യാചന എൻ്റെ കർത്താവ് ശ്രദ്ധയോടെ കേട്ടനായ സ്തോത്രം. യേശു തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 61-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 61-ാം സങ്കീർത്തനം, സാംസ് നമ്പർ 61. സാംസ് നമ്പർ 61 അതിൻ്റെ അവസാനത്തെ വാക്യം 8-ാം വാക്യം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. 61-ാം സങ്കീർത്തനം. 61-ാം സങ്കീർത്തനം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ട് നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തതയും കൽപ്പിക്കണമേ. എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കുകയും ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊരല്പസമയം കൂടെ ഒരുമിച്ച് കർത്താവിനൊന്ന് മഹത്വം കരേറ്റാമല്ലോ. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് കരുതിയ വിധങ്ങളെ ഓർത്ത് ഒരല്പസമയം അധരങ്ങളെ തുറന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് ഒരുമിച്ച് അധരങ്ങൾ തുറന്നൊന്ന് പറയുവാൻ കഴിയും. കർത്താവേ, ഞങ്ങൾ നിന്നതല്ല, അവിടുന്ന് ഞങ്ങളെ നിർത്തിയതാ. അവിടുത്തെ കൃപയാ. എത്രയോ അനർത്ഥങ്ങൾ മുൻപിൽ വന്ന് പെട്ടവരാ, എന്നാൽ അവയിലൊന്നും പെട്ടുപോകാതെ കർത്താവ് നമ്മെ സൂക്ഷിച്ചല്ലോ. കർത്താവ് നമ്മെ കാത്തല്ലോ. കർത്താവ് നമ്മെ പരിപാലിച്ചല്ലോ.
നമ്മൾ വാഹനങ്ങൾ ഓടിച്ച സമയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അപകടങ്ങളൊക്കെ പതിയിരുന്ന വേളകളിൽ അവിടെ നമ്മെ സൂക്ഷിച്ചില്ലേ? നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എണ്ണത്തിലൊന്നുപോലും കുറഞ്ഞു പോകാതെ അവിടുത്തെ സൂക്ഷിപ്പ് അനുഭവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഇടയാക്കിയതോർത്ത് താങ്ക് യു ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിലും ആ ദിവ്യ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകി നമ്മെ ബലപ്പെടുത്തി, നമ്മെ ധൈര്യപ്പെടുത്തി, നമ്മെ ശക്തീകരിച്ച് ഇന്നയോളം നിർത്തിയ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ നമുക്ക് പാടാം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ. ചേർന്ന് നമ്മെ നന്ദിയോടെ നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.
ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നാം എല്ലാവരും ചേർന്ന് ഒരു ഗാനവും കൂടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. അത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. നമുക്ക് വിശ്വാസത്തോടെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേളയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേളയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേൾക്കുവാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്, സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്, സാത്താനോട് എതിർത്തിടാം
സാവകാശമേ. ഓ കാലമേറെ ഇല്ലയോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ. ആമേൻ കാന്തൻ വരാറായി നാമും പോകാറായി. ആമേൻ കാന്തൻ വരാറായി നാമും പോകാറായി. ആത്മബലത്തോടെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്തോടെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ആമേൻ കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ. ആമേൻ കാന്തൻ വരാറായി നാമും പോകാറായി. ഓ കാന്തൻ വരാറായി നാമും പോകാറായി. പാപങ്ങൾ തകർത്തിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. പാപങ്ങൾ തകർത്തിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശം. ആമേൻ കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി. ഓ കാന്തൻ വരാറായി നാമും പോകാറായി. ആമേൻ കാന്തൻ വരാറായി നാമും പോകാറായി. ആമേൻ കാന്തൻ വരാറായി നാമും പോകാറായി. ആമേൻ കാന്തൻ വരാറായി നാമും പോകാറായി. ഓ കാന്തൻ വരാറായി നാമും പോകാറായി. Praise the Lord, hallelujah. Praise the Lord, hallelujah. Oh, thank you, Jesus, thank you, Jesus, thank you, Jesus, thank you, Jesus. Praise the Lord, hallelujah, hallelujah, hallelujah. Praise the Lord, hallelujah. Thank you, Jesus. Hallelujah. Praise the Lord. Hallelujah. 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 Praise the Lord. Thank you, Jesus. Thank you, Jesus. Praise the Lord. Hallelujah. 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 Oh, Mount of David, Mount of David. Praise the Mount of Hallelujah.
Hallelujah, hallelujah. Oh, di parabala shandara jagal khauda maragada gadaga shandaradiga. Di bhakana ragada gadaga shandari bhakana ragada gadagal khauda maraga. Di parabala shandara jagal khana ragada gadaga shandara. Di paragana gadaga thara jagal khana ragada gadaga shandara. Hallelujah. കർത്താവേ, ഞങ്ങളുടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, ഞങ്ങളുടെ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ശാപങ്ങൾ വിട്ടുമാറുമല്ലോ, അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരണമുണ്ടല്ലോ. ഇന്ന് പകലും കർത്താവേ, ആ നാമത്തിൻ്റെ മുൻപിൽ അവ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി ശുദ്ധീകരിക്കപ്പെട്ടവരായി അടുത്തു വരുന്ന നാഥ, തുടർന്നുള്ള സമയങ്ങളിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ നാമത്തിൻ്റെ വിടുതൽ യഥാർത്ഥമായി അനുഭവിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സംസാരിക്കണം, ഇടപെടുമാറാകണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ ഒരവസരവും കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അവയെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിട്ടുള്ളവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷം നമ്മുടെ പ്രിയ ഫിലിപ്പ് ജോർജ് ബ്രദറിൻ്റെ പ്രിയ മകൻ ഡാനിയൽ നമ്മോട് ഒരുമിച്ച് ഇന്ന് നമ്മുടെ ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രിയ മകനെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ഇന്നായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിൻ്റെ പഠനത്തെയൊക്കെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നുവല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നാം വായിച്ച സങ്കീർത്തനം അത് 61-ാമത്തെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് അതിൻ്റെ ശീർഷകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നു, നാം മനസ്സിലാക്കുന്നു. അവ രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ പ്രാരംഭത്തിൽ പ്രാർത്ഥനയായി സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ മുൻപാകെ വെക്കുന്നു. ഒന്ന്, ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. പലപ്പോഴും ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഹൃദയം ക്ഷീണിക്കുന്ന, ഹൃദയം വേദന അനുഭവിക്കുന്ന വേളകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നാമും ഉരുവിടാറുള്ള ഒരു വചനഭാഗമാണല്ലോ ഈ രണ്ടാമത്തെ വാക്യം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവം, അപേക്ഷയുടെ ആഴം വെളിപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് അബ്ശാലോമിൻ്റെ മത്സരകാലത്ത് രചിച്ച ഒരു സങ്കീർത്തനമായി സങ്കീർത്തനത്തെ കണക്കാക്കുമ്പോൾ സ്തോത്രം, മക്കള് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നീറി വേദനപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, ഹൃദയം വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ദൈവം മാത്രമേ ആശ്രയമുള്ളൂ എന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അപേക്ഷയുടെ ആഴം വിളിച്ചറിയിക്കുന്ന വചനഭാഗമാണ് നാം വായിച്ചത്. നിലവിളി കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക്
മറുപടി നൽകുന്ന പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയാം, അവൻ ഏതൊരു വ്യക്തിയും നിലവിളിക്കുമ്പോൾ ആ നിലവിളിക്ക് ചെവി അടച്ചു കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. അവൻ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട്, അവൻ നിലവിളി ശ്രദ്ധ വെച്ച് കേട്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി സമയാസമയങ്ങളിൽ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങള്, ശിശുക്കള് അവൻ ഉച്ചത്തിൽ കരയാറുണ്ട്. അവൻ ഒരു വാക്കുപോലും ഉച്ചരിക്കുവാൻ അറിയാത്ത ഈ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവൻ അവരെ സ്നേഹിക്കുന്ന ഒരു മാതാവിനറിയാം ആ കുഞ്ഞിൻ്റെ ആവശ്യം എന്താണെന്ന്. അവൻ സ്തോത്രം. അത് കേട്ടു നിൽക്കുന്ന മറ്റു പലർക്കും മനസ്സിലായില്ലെങ്കിലോ അവൻ ആ കരയുന്ന കുഞ്ഞിൻ്റെ ആവശ്യം ആ കുഞ്ഞിൻ്റെ സ്വന്തം മാതാവിനറിയാം. അതുകൊണ്ട് ആ സ്വന്തം മാതാവ് അവൻ ആ കുഞ്ഞിനെ വാരി പുണരുകയും അതിനു വേണ്ട ആഹാരം നൽകുകയും ചെയ്യാറുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, അവൻ ഒരു വാക്ക് പോലും ഉച്ചരിക്കുവാൻ കഴിയാതെ അവൻ ഹൃദയത്തിൻ്റെ അകത്ത് നിലവിളിക്കുന്ന സാഹചര്യത്തിലോ അവൻ പുറമെ ഒരു ശബ്ദം പോലും വന്നില്ലെങ്കിലോ ഒരു വാക്ക് പോലും വന്നില്ലെങ്കിലോ ഹൃദയത്തിൻ്റെ അകത്തൊരു നിലവിളി ഉയരുന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിളി കേട്ട് മറുപടി നൽകുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഒരു മാതൃഹൃദയമുള്ള അവൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിലൊക്കെ എത്രയോ തവണ എത്രയോ പ്രാവശ്യങ്ങളിൽ സ്തോത്രം ആരും സഹായമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്കുറ്റവർ സഹായം അരുളുമെന്ന് തോന്നിയപ്പോൾ അവരുടെ പോലും സാന്നിധ്യം ഇല്ലാതിരുന്ന സാഹചര്യങ്ങളിലും നമ്മുടെ കർത്താവിനോട് നിലവിളിച്ച വേളകളിൽ അവിടുന്ന് അത്ഭുതകരമായി നമ്മെ സഹായിച്ചല്ലേ. അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ, എൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഈ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, അത്യുന്നതമായ പാറയിലേക്ക്. സ്തോത്രം. ചുറ്റുപാടുകൾ മുഴുവൻ നിലയില്ലാത്ത വെള്ളത്തിലേക്ക് പതിക്കുമ്പോൾ എനിക്കറിയാം ഒരു യുഗങ്ങളുടെ പാറയുണ്ട്, ഒരു ഉറപ്പായ പാറയുണ്ട്. അത് അത്യുന്നതമായ പാറയാണ്. ആ പാറയിൽ എന്നെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനക്കാരൻ സ്തോത്രാമൻ പ്രവചനാത്മാവില് വിളിച്ചു പറയുക, അതേ കർത്താവേ, എനിക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന അത്യുന്നതമായ പാറയെങ്കിലേക്ക് അവിടുന്ന് എന്നെ ഒന്ന് നടത്തണമേ. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആ യുഗങ്ങളുടെ പാറയിൽ ആ കർത്താവിങ്കൽ മാത്രം അവൻ നിലയുറപ്പിക്കാൻ കഴിഞ്ഞാൽ സ്തോത്രം ഒരു കാര്യം വ്യക്തമാ, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രം സമയാസമയങ്ങളിൽ നിറവേറ്റി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ സ്തോത്രം പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി നമ്മുടെ നിലവിളി കേട്ട് നമുക്ക് മറുപടി നൽകുവാൻ കർത്താവ് മതിയായവനാ. ഈ അനുഭവമുള്ള ദാവീദിനോട് ചേർന്ന് പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയട്ടെ, എൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ്, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ്, എനിക്ക് മറുപടി നൽകുന്ന ഒരു കർത്താവ്, അത്യുന്നതമായ പാറയിൽ എന്നെ ഉറപ്പിക്കുന്ന ഒരു കർത്താവ്. സകലതും പ്രതികൂലമായിരിക്കുമ്പോഴും എനിക്ക് ഉറപ്പുണ്ട്, ആ പാറയിൽ ഞാൻ ഉറയ്ക്കും. ആമേൻ. ആ ഉറപ്പോടെ മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ പഠിച്ച വാക്യം എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ, ചിൽഡ്രൻ, you all can stand together and they will recite the Bible words. Reeve Abraham Aju will come forward and will lead the session. Praise the Lord. Psalms 17 verse 6 and 8. I call you, O God, for you will answer me. Give ear to me and hear my prayer. Keep me as the apple of your eye. Hide me in the shadow of your wings.
Amen. Amen. Shout hallelujah. Praise the Lord. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ എക്സാം അടുത്തുകൊണ്ടിരിക്കുന്നു. ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് ആരംഭിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, നാളെ ആരംഭിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ സാന്നിധ്യമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം. ആനുവൽ എക്സാം എഴുതും നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ പിഞ്ചു പൈതങ്ങളെ ഏൽപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ സഭ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് വാക്യം പറയുവാനൊക്കെ കർത്താവ് ബലപ്പെടുത്തി. കർത്താവെ എത്രത്തോളം അവരെ നടത്തിയ പരിപാലിച്ചിട്ടുള്ള അവിടുത്തെ വിധങ്ങൾക്കായി സ്തോത്രം. സ്വർഗത്തിലെ ദൈവമേ, വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് ആവശ്യമായ ബുദ്ധി നൽകണമേ, അവർക്ക് ആവശ്യമായ ജ്ഞാനം നൽകണമേ. ദൈവാത്മാവിൽ ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ. ബോർഡ് എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കർത്താവ് അവരെ ബലപ്പെടുത്തുമാറാകണമേ. ദൈവമേ സ്തോത്രം. ആനുവൽ എക്സാമിന് വേണ്ടി തയ്യാറാകുന്ന എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അവരെ കർത്താവ് ശക്തീകരിക്കുമാറാകണമേ. വിവിധ ഇടങ്ങളിലുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകണമേ. ദൈവമേ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ പൈതങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് പകലും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ദൈവകൃപയിൽ വളരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ദുഷ്ടന്റെ ദൃഷ്ടി പതിക്കാതെ വണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സൂക്ഷിക്കണമേ. കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കും. Like honey in the rock, sweet honey in the rock, Jesus tastes like honey in the rock. Oh, taste and see that the Lord is good, for he tastes like honey in the rock. Oh, taste and see that the Lord is good, for he tastes like honey in the rock. Praise the Lord. I praise and thank God that I'm able to stand here and testify about his wonderful, glorious name. For the past 1 week, my son was down with a fever. We did a couple of tests and he had infection, so we started off with antibiotics, IV antibiotics. For many days we did the same, but his fever was not coming down. So then we went for a blood test and then we saw that his infection was rising, but the doctor couldn't find the source of infection. Many nights, I've never prayed in the middle of the night, but the Lord, I couldn't sleep those nights, and the Lord heard our cry. After many days of high fever, on the 6th day, after some medications, his fever completely stopped. And I want to thank God. I'm privileged to be serving this God. Please pray for me and my family. Amen. ആമേൻ, ആമേൻ. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Praise the Lord. It's an honor and privilege to be back in Muscat and to stand midst of the church here. A few days back, I traveled to Muscat for my holidays, and we're traveling back on Monday. And I came here after my exams finished, and I request your prayers for my journey, and I'd like to take part in the Lord's table. ആമേൻ, ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സാറാ സിസ്റ്റർ
സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ കുഞ്ഞ് വളരെ പനിയാൽ ഭാരപ്പെട്ടു. കർത്താവ് സൗഖ്യവും വിടുതലും പകർന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ പ്രിയപ്പെട്ടവരെ കുടുംബമായി, പ്രിയ മിൽ ബ്രദറിനെ കുടുംബമായി ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് കുടുംബമായി ശക്തീകരിക്കേണ്ടതിന്, ബലപ്പെടുത്തേണ്ടതിന് ദൈവകൃപ കൂടെ ഇരുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ ദാനിയേൽ ഈ വെക്കേഷനുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്നല്ലോ. വരും ദിവസം തിരികെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യാത്രയിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പഠനത്തിൽ ദൈവസാന്നിധ്യം ഇരിക്കേണ്ടതിന് പ്രിയ ഫിലിപ്പ് ജോർജ് ബ്രദറിനെയും കുടുംബമായി ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം ചില പ്രാർത്ഥനാ വിഷയങ്ങളും കൂടെ പ്രിയപ്പെട്ടവരോട് അറിയിക്കട്ടെ. നാം എല്ലാവരും അറിഞ്ഞതുപോലെ നമ്മുടെ പ്രിയ സിസിൽ ബ്രദറിൻ്റെ സഹോദരൻ പ്രിയ സിൽ ബ്രദർ കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇന്നലെ ആ ഫ്യൂണൽ സർവീസൊക്കെ വളരെ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ആമേൻ. ആ ഭവനത്തെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞ്, പ്രിയ മോന് 10th എക്സാമിന് വേണ്ടി തയ്യാറാകുകയാണ്. പ്രിയ കുഞ്ഞിനെ ഓർക്കാം. സിസിൽ ബ്രദറിനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം ആവശ്യമായ ബലവും ആശ്വാസവും സമാധാനവും നൽകി പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് ബോർഡ് എക്സാം രാവിലെ എഴുതുവാനായിട്ട് പോയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. നാളെ ആരംഭിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ കർത്താവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയാം കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്നാളുകളിൽ ശുശ്രൂഷയ്ക്കായി ഇവിടെ കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ കർത്താവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും പുത്തൻ അഭിഷേകത്തോടെ കടന്നു വരുവാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ നിസ്വയ്ക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യാത്രയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. അടിങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗീയ പിതാവേ, വീണ്ടും അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഈ പ്രാർത്ഥനാ വിഷയവുമായി കടന്നു വരുന്നു. കർത്താവെ, ഈ 3-ാം ആഴ്ചയിൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഞങ്ങൾക്ക് സഭായോഗമായി കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കാലം ഞങ്ങളായിരുന്നിട്ട് ഞങ്ങളെ സൂക്ഷിച്ചു. 3-ാമത്തെ ആഴ്ച കർത്താവ് ക്ഷേമത്തോടെ ഇന്ന് ഞങ്ങളെ കൂട്ടി വരുത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവസേന എഴുന്നേറ്റ് പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസേന ഞങ്ങൾ കടന്നു വരുന്ന കർത്താവെ, ഞങ്ങൾക്ക് വിടുതലുള്ള ഹാലലി ദൈവസന്നിധിയിലാണ്. ഞങ്ങൾക്ക് കർത്താവെ ഹാലലി സമാധാനം ലഭിക്കുന്ന ദൈവസന്നിധിയിലാണ്. ഞങ്ങൾക്ക് ആശ്വാസം തരുന്ന ദൈവസന്നിധി കർത്താവെ. ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസി കർത്താവെ കുഞ്ഞിൻ്റെ വിഷയത്തോടനുബന്ധിച്ച് കർത്താവ് പറയുവാൻ ദൈവം സഹായിച്ചു. പനിയുടെ അസ്വസ്ഥയാ ഭാരപ്പെട്ടു. ദൈവജനങ്ങളായ ഞങ്ങൾ ദൈവത്തിന് കർത്താവെ സന്നിധാനത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം നൽകിയ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ കർത്താവെ ഹാലലുയ നൽകിയ വിടുതലായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആശ്വാസം നൽകുന്ന ദൈവമാണ്, വിടുതൽ നൽകുന്ന ദൈവമാണെന്ന് ഒരിക്കൽ കൂടി കർത്താവെ ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ ദൈവം ഒരിക്കൽ നല്ല സാവകാശം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഹാലലുയ ദൈവസേന എഴുന്നേറ്റ് പറഞ്ഞ് കർത്താവെ യാത്രയാകുന്ന പ്രിയവൈതനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. യാത്രയെ കർത്താവ് പരിപാലിക്കുന്ന ദൈവമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹാലലുയ, വീണ്ടും അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ പ്രാർത്ഥന വിഷയമായി കടന്നു വരുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രിയ സഹോദരൻ്റെ വേർപാടോടനുബന്ധിച്ച് കർത്താവെ ഹാലലുയ കർത്താവെ ഞങ്ങൾ ദുഃഖത്തിലായിരിക്കുന്നു, ആ കുടുംബം ദുഃഖത്തിലായിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ആ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയല്ലായിരുന്നു. ദൈവം ഹാലലുയ എന്ത് ചെയ്യുന്നേക്കനാന്ന് നമുക്കൊന്നും അറിയുന്നില്ല. കർത്താവെ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിവില്ല. കർത്താവെ, ഞങ്ങളുടെ ആദ്യം അവസാനം അറിയുന്ന ദൈവം, ഞങ്ങളെ കരുതുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി ഹാലലുയ ദൈവമേ ഹാലലുയ നടത്തുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്ക് ദൈവമായി സ്വന്തം ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ദൈവം ആശ്വാസം നൽകണമേ, ദിവ്യ സമാധാനത്താൽ നൽകണമേ. പ്രിയ സഹോദരൻ്റെ വേർപാട് കർത്താവേ, അവർ കർത്താവേ ഹാലലുയ ദുഃഖത്തിലായിരിക്കുന്നു. ഒരു
സഹോദരൻ നഷ്ടമായി, പ്രിയദാസിക്ക് ഭർത്താവ് നഷ്ടമായി, പ്രിയ പൈതലിന് ഭർത്താവ് പിതാവ് നഷ്ടമായി, സഭയ്ക്ക് കർത്താവെ ഒരു കർത്താവേ ഹാലലിയ ഒരു വിശ്വാസി നഷ്ടമായി, ദേശത്ത് കർത്താവേ ഹാലലിയ സാക്ഷ്യമുള്ള ഒരു പ്രിയദാസനായി. എന്നാൽ എൻ്റെ ദൈവം ഹാലലിയ എന്താണെങ്കിലും നമുക്ക് അറിയുന്നില്ല, കർത്താവ് സകലതും അറിയുന്നല്ലോ. ഞങ്ങൾക്ക് വേണ്ടി ഹാലലിയ കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഇവിടെ കടന്നു വരുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവദാസനെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ ദേശത്ത് അയക്കണേ കർത്താവെ. ഈ ദേശത്ത് കടന്നു വന്ന് 2 വർഷക്കാലം കർത്താവെ ഹാലലിയ ഞങ്ങൾ മക്കളാന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ സഭയ്ക്ക് വേണ്ടി ഇടിവി നിൽക്കുവാൻ പ്രിയദാസനെ ഉപയോഗിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹാലലിയ ഇന്ന് നടക്കുന്ന ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണമേ, പ്രിയദാസനായിട്ട് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാലലിയ അതിനുശേഷം കർത്താവിന്റെ ദാസനും കർത്താവെ ഹാലന്റെ സഹോദരങ്ങളും ഒന്നിച്ച് നിസ്വയിലേക്ക് കടന്നു പോകുന്നു. ആ യാത്രയെ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. നിസ്വയിൽ കടന്നു ചെന്ന് കർത്താവെ ശുശ്രൂഷ കഴിഞ്ഞ് വീണ്ടും കർത്താവ് ക്ഷേമത്തോടെ ഇവിടെ കടന്നു വന്ന് കർത്താവ് വൈകിട്ടത്തെ ആരാധന കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, തലമുറയെ ഓർത്ത് കരയുമെന്ന് പറഞ്ഞു. കർത്താവെ മാതാപിതാക്കളായി ഞങ്ങൾ ഇന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഈ ലോകത്തേക്ക് ആയിരിക്കുമ്പോൾ കർത്താവെ അവർക്ക് പഠിക്കേണ്ടി സ്കൂളിൽ പോകേണ്ടി എക്സാം എഴുതേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ദൈവമേ അവർക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകുന്ന ദൈവമാണല്ലോ. അവരെ കർത്താവെ നടക്കുന്ന എക്സാമിന് ദൈവമേ അവർക്ക് ബുദ്ധി ജ്ഞാനവും ഓർമ്മശക്തിയും നൽകണമേ. എൻ്റെ ദൈവത്താലല്ലാതെ ഒരു വിടുതലില്ല കർത്താവെ. ഞങ്ങൾ പഠിച്ചാലും കർത്താവെ ഞങ്ങൾ സ്കൂളിൽ വിട്ടാലും കർത്താവ് കനിഞ്ഞില്ലെങ്കിൽ കർത്താവ് കൃപ നൽകിയില്ല എങ്കിൽ അവർക്കൊന്നും എഴുതുവാനും സാധ്യമല്ലല്ലോ കർത്താവെ. ദൈവം ഒരു ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ, രോഗാണുക്കൾ നിറഞ്ഞ ലോകത്തിൽ കർത്താവെ ഹാലലിയ അവരെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കും ദയക്കുമായി സ്തോത്രം കർത്താവെ. രോഗാണുകൾ കടക്കാതെ, പാവാണുകൾ കടക്കാതെ കർത്താവ് അവരെ സൂക്ഷിക്കുന്ന ദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ കേട്ട സങ്കീർത്തനം കർത്താവെ, ഞങ്ങളുടെ ഹാലലിയ നിലവിളിയെ കേൾക്കുന്ന ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ദൈവം കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം കർത്താവെ. ഭൂമിയുടെ അറ്റത്ത് നിന്ന് കർത്താവെ ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഹാലലിയ കർത്താവ് ഉത്തരവരുളുന്ന ദൈവം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം. വീണ്ടും അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസൻ കൂടെ സംസാരിക്കണമേ. ഞങ്ങൾ കർത്താവെ കേൾക്കുവാൻ, കർത്താവിൻ്റെ വചനം കർത്താവെ ഞങ്ങൾ കേട്ട് കർത്താവെ പോകുന്നവരായിട്ടല്ല കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ മാനസാന്തരവും കർത്താവ് രൂപാന്തരം പ്രാപിച്ച് ഓരോ ദിവസം ജീവിപ്പാൻ തക്കണം. ദൈവത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ദൈവത്തിൻ്റെ ആയിരിക്കുന്നു. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ അമ്മേ ശബ്ദം ഉയർത്തി പ്രിയപ്പെട്ടവരിൽ ഒരാൾ വായിക്കാമോ? ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 10 and 11. അതന്നെ, അതന്നെ. ആമേൻ, സ്തോത്രം. ഏകദേശം 1-2 ആഴ്ച മുമ്പ് ഇതേ പുസ്തകം, ഇതേ അധ്യായം 12-13 വാക്യങ്ങളിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് അടിയനെ ശക്തീകരിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗം ഇന്ന് പകൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരുമിച്ച് ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അപ്പോസ്തലനായ പൗലോസിൻ്റെ കൊലോസ്യ സഭയോടുള്ള പ്രാർത്ഥനയും ആ സഭ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുമാണ് നാം ഈ വായിച്ച
വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ 10-ാമത്തെ വാക്യം, അതിൻ്റെ 9-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്: ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ അവരെക്കുറിച്ചുള്ള അവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ, ആ സഭയിലെ സ്നേഹത്തെക്കുറിച്ചൊക്കെ കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വാക്ക്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. സ്തോത്രം. ആമേൻ. നടക്കണം. എങ്ങനെ നടക്കണം? ദൈവത്തിന് പൂർണ്ണ പ്രസാദമാകുമാറ് നടക്കണം. സ്തോത്രം. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഓരോ ദൈവമക്കളും തിരിച്ചറിയണം. രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് നാം കണ്ടത്. ആമേൻ. കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. എന്തിന് നടക്കണം? പൂർണ്ണ പ്രസാദത്തിനായി. പ്രസാദത്തിനായി എന്ന വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണ പ്രസാദത്തിനായി, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഓരോ ദൈവ പൈതലും നടക്കണം. അപ്പൊ ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന്. രണ്ട് ഭാഗങ്ങളാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. ഒന്നുകിൽ നമുക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കാം, അതല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം. ഒന്നും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് പറയാം. അവൻ ഒന്നുകിൽ നമുക്ക് നമ്മെ തന്നെ പ്രസാദിപ്പിക്കാം, അല്ല എങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാം, അതുമല്ല എങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം. ഇതിൽ ഏതു വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഓരോ ദൈവ പൈതലും. അവൻ ഇന്ന് പകൽ ഇവിടെ നിന്ന് ദൈവവചന ശുശ്രൂഷിക്കുമ്പോഴും ഞാൻ ഉൾപ്പെടെ ഉള്ള സകല ദൈവമക്കളോട് ദൈവം ആവശ്യപ്പെടുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും നാം ഓരോരുത്തരും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ളതാ. സ്തോത്രം. നമ്മെ വിളിച്ചൊരു വിളിയുണ്ട്. ആ വിളിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ദൈവമക്കൾ മനുഷ്യരെയല്ല, നമ്മെ സ്തോത്രം സ്വയമായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. സ്തോത്രം. നമ്മുടെ മീറ്റിങ്ങുകൾ, നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ സംസാരങ്ങൾ, ഇവയെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാകണം. അവൻ കർത്താവിന് യോഗ്യമായതാകണം. സ്തോത്രം. പ്രൈസ് ഗോഡ്. നാം ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ, ഏതെങ്കിലും, നമ്മളിവിടെ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, ഇൻ്റർവ്യൂവിന് പങ്കെടുത്തിട്ടുള്ളവരാണ്, പങ്കെടുക്കുന്നവരാണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സാധാരണ വീട്ടിലിടുന്ന ഡ്രസ്സും ഇട്ടുകൊണ്ട് നമ്മൾ സാധാരണ അങ്ങോട്ട് പോകാറില്ല. ആ ഒരു സ്ഥാപനം ഏതാണോ നാം ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് പോകുന്നത്, ആ സ്ഥാപനത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി ആ സ്ഥാപനത്തിന് യോഗ്യമാവണ്ണം ആ മാനേജറുടെ മുൻപിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻ്റർവ്യൂവറുടെ മുമ്പിലോ നാം പോയിരിക്കാറുണ്ട്. അപ്പൊ അവര് നോക്കുമ്പോൾ തന്നെ സ്തോത്രം നമ്മെ കാണുമ്പോൾ മനസ്സിലാകും, സ്തോത്രം ഈ സ്ഥാപനത്തിന് യോഗ്യമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ് നാം ധരിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മറ്റിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആ സ്ഥാപനം പറഞ്ഞിരിക്കുന്ന അതിന് യോഗ്യമായ വസ്ത്രധാരണമോ അവര് പറയുന്ന രീതിയിലുമാണ് നാം മുമ്പോട്ട് കടന്നു പോകുന്നത്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു കാര്യം അറിയാം. ഒരു സ്ഥലത്ത് നാം വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് യോഗ്യമായ രീതിയിലാണ് നാം ആയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവവുമായ ബന്ധത്തിൽ ജീവിക്കുന്ന ദൈവമക്കള് ഏത് സമയത്തും അവരെ വിളിച്ച വിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് കേവലം സാധാരണക്കാരല്ലെന്നോ ഒരു ഓർഡിനറി മനുഷ്യനല്ലെന്നോ എക്സ്ട്രാ ഓർഡിനറി തെരഞ്ഞെടുപ്പ് അവന്റെ മേൽ വീണിട്ടുണ്ടെന്നോ രാജകീയ പുരോഹിത വർഗമെന്നോ സ്തോത്രം സ്വർഗീയ വിളി തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുന്നവരായിരിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം, നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോഴും നമ്മുടെ പ്രവർത്തികളിലും നമ്മുടെ പെരുമാറ്റത്തിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം അതായതുകൊണ്ടാണ് ഞാൻ സ്തോത്രം എടുത്തു പറയുന്നത്, നടപ്പ് എന്ന പദപ്രയോഗം. അവൻ അതുകൊണ്ട് സ്തോത്രം നാം ചിന്തിക്കണം, നാം ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം
അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നതാ, അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ. ഇന്നും ശ്രദ്ധിച്ചോണേ ആ പദം, ഇന്നും ഇത്രയും അറിഞ്ഞിട്ടും ഇത്രയും വെളിപ്പാടുകൾ ലഭിച്ചിട്ടും ആ വിളിയുടെ മഹാത്മ്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടും ഞാൻ മനുഷ്യരെയാണ് പ്രസാദിപ്പിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുവാൻ കഴിയുകയില്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതൽ, ഈ വാക്യമൊക്കെ നമ്മോടും കൂടെ ഉള്ളതാ. ആമേൻ, സ്തോത്രം. ഓരോ ഭാഗങ്ങളും നാം വായിക്കുമ്പോഴും ഒരു പുനർവിചിന്തനം ചെയ്യുന്നത് സ്തോത്രം നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും നല്ലതാ. അവൻ കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ അവൻ ഒരു കാര്യം തിരിച്ചറിയണം, അവൻ ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ സ്തോത്രം നാം നമ്മയോ മറ്റുള്ളവരെയോ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും. അങ്ങനെയല്ലാത്തവർക്ക് അവൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയുന്നതല്ല. ഇതേ കാര്യം തന്നെ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ മനുഷ്യരെയല്ല ഹൃദയത്തെ ശോധന ചെയ്യുന്ന, ഹൃദയത്തെ മനസ്സിലാക്കുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽ പറയട്ടെ, മനുഷ്യന് പുറമേ ഉള്ളതേ അറിയത്തുള്ളൂ. ശമൂവേൽ പ്രവാചകൻ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനായ പ്രവാചകനാ. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പ്രവാചകന് പോലും തെറ്റിപ്പോകും. എന്നാൽ തെറ്റുവരാത്ത ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, ഹൃദയങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കുന്ന ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലവും നാം തയ്യാറാകുന്നുവെങ്കിൽ അത് വ്യക്തതയോടെ വിളിച്ചു പറയാം, നമ്മിലോ സ്തോത്രം നമ്മുടെ ശുശ്രൂഷകളിലോ നമ്മുടെ ആരാധനയിലോ നമ്മുടെ കർത്താവ് പ്രസാദിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. സ്തോത്രം. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയത്തെ നോക്കും. പലപ്പോഴും നമ്മുടെ സഭായോഗങ്ങളും നമ്മുടെ കൂടിവരവുകളും ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ തെറ്റൊന്നുമല്ല, എങ്കിലും നാം പലപ്പോഴും പറയാറുണ്ട്, അവൻ ഓരോ മീറ്റിങ്ങും വിലയിരുത്തിയിട്ട് പറയാറുണ്ട്, ഇന്നത്തെ ആരാധന നല്ലതായിരുന്നു. അവൻ എല്ലാവരും കൈയടിച്ച് വളരെ ശക്തമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്നത്തെ പ്രസംഗം നല്ലതായിരുന്നു, ഇത് തെറ്റൊന്നുമല്ല. പക്ഷെ പലപ്പോഴും നാം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരേണ്ട ഒരു ചിന്ത, സ്തോത്രം, ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു എന്നിട്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞു. സ്തോത്രം, എൻ്റെ ആരാധനയിൽ, എൻ്റെ പാട്ടിൽ, എൻ്റെ സ്തോത്രത്തിൽ, എൻ്റെ കയ്യടിയിൽ, സ്തോത്രം, എൻ്റെ സ്തോത്രം ഞാൻ ചെയ്തിട്ടുള്ള കാര്യത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ കർത്താവ് പ്രസാദിച്ചുവോ എന്നാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ചോദ്യം. ഞാൻ പലപ്പോഴും ഈ ഭാഗം ചിന്തിക്കുമ്പോൾ കയീനെയും ഹാബേലിനെയും ഒന്ന് ഉദാഹരണമായിട്ട് എടുക്കാറുണ്ട്. അവ രണ്ടുപേരോട് നമുക്ക് ചോദിക്കാം, ഒരു സൈഡിൽ കയീനും മറ്റൊരു സൈഡിൽ ഹാബേലും, രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് പേഴ്സണലായിട്ടൊന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ചോദിക്കണം. കയീനോട് ചോദിച്ചാൽ കയീൻ പറയും, സ്തോത്രം, ഞാൻ എന്നാൽ കഴിയുന്നതിലപ്പുറമായ ഏറ്റവും മഹത്തായ കാര്യം ഞാൻ ചെയ്തു. സ്തോത്രം. ഹാബേലോട് ചോദിച്ചാൽ ഹാബേൽ പറയും, അതെ, എനിക്ക് കഴിയുന്നതിലപ്പുറമായ ഏറ്റവും നല്ല കാര്യം ഞാൻ ചെയ്തു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കയീൻ നല്ല കാര്യം ചെയ്തെന്ന് കയീന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ കയീൻ അവനോട് അസൂയ തോന്നിയത്, ഇല്ലെങ്കിൽ അങ്ങനെ തോന്നാൻ വഴിയില്ല. സ്തോത്രം. പക്ഷേ സ്തോത്രം, ഹാബേലിന്റെ യാഗത്തിൽ ആ ദൈവം പ്രസാദിച്ചത്, സ്തോത്രം, ഹാബേലിന്റെ യാഗം യഥാർത്ഥമായി ഹൃദയപൂർവമായി ദൈവത്തിങ്കലേക്ക് ഏറ്റവും മികച്ചതിനെ കൊടുക്കുവാൻ ഹാബേൽ തീരുമാനിച്ചപ്പോൾ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്തോത്രം, നമുക്ക് തോന്നുന്ന രീതിയിലുള്ള അത് കാഴ്ചപ്പാടല്ല നമ്മുടെ ദൈവത്തിൻ്റെത്. യഥാർത്ഥമായി ഹൃദയത്തെ തൂക്കി നോക്കുന്ന കർത്താവ്, ഹൃദയത്തെ ശോധന ചെയ്യുന്ന കർത്താവ് നമ്മുടെ ശുശ്രൂഷകളില്, നമ്മുടെ യാഗങ്ങളില്, നമ്മുടെ ആരാധനയില്, നമ്മുടെ കയ്യടിയില്, നമ്മുടെ പ്രാർത്ഥനയില്, നമ്മുടെ കൂടി വരവുകളിൽ പ്രസാദിക്കുന്നുവെങ്കിൽ സ്തോത്രം, ഇന്ന് പകൽക്കാലം പറയാം, അതിലപ്പുറമായ ഒരു സന്തോഷം ഒരു ദൈവ പൈതലിന് അനുഭവിക്കാനില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ ദൈവം പ്രസാദിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ദൈവം പ്രസാദിച്ചിട്ടുണ്ട്, ദൈവം. ഞാൻ ഈ ഭൗതിക നന്മകളെ കുറിച്ചല്ല പറയുന്നത്.
സ്തോത്രം. എല്ലാവർക്കും അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ ഉടനെ അങ്ങ് സാമ്പത്ത് കുന്നുകൂടി ചുമ്മാ പറയുന്ന അതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവം അനുഗ്രഹിച്ചെന്ന് പറയേണ്ടി വരും. സ്തോത്രം. അതൊന്നുമല്ല. ദൈവം തരുന്ന നന്മകളൊക്കെ സന്തോഷത്തോടെ അനുഭവിക്കാനുള്ളത് തന്നെയാ. എന്നാൽ ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടും വേർപാടോടും അവൻ അവസാനം വരെ നിൽക്കുവാനും അവിടുന്ന് നൽകുന്ന ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നതുമാ. സ്തോത്രം. ഏറ്റവും വലിയ അനുഗ്രഹം ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് സ്തോത്രം. ഹല്ലേലൂയ. യോശുവ പറഞ്ഞതുപോലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലോ കൂട്ടത്തിലുള്ളവർ പോലും അകന്നു മാറുമ്പോഴോ മറ്റുള്ളവർ വിഗ്രഹത്തിന്റെ പിന്നാലെ പോകുമ്പോഴോ ധൈര്യത്തോടെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നുവെങ്കിൽ എന്ന് പകൽക്കാലം പറയാം, അതിലപ്പുറമായ ഒരു അനുഗ്രഹം വേറെ ഇല്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒരു കാര്യം വ്യക്തതയോടെ പറയട്ടെ, നാം ആരെ പ്രസാദിപ്പിക്കുന്നവരാണ്? ആരെ പ്രസാദിപ്പിക്കുന്നവരാ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് നമ്മെ പ്രസാദിപ്പിക്കാം. പറയും, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത് ഞാൻ ചെയ്യും. എനിക്ക് എൻ്റെ വായിൽ വരുന്നത് ഞാൻ പറയും. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നമുക്ക് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. സ്തോത്രം. നമുക്കങ്ങനെ ചെയ്യാനുള്ളൊരു അനുവാദമില്ല. സ്തോത്രം. വചനം പറയുന്ന ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി ഞാൻ എന്ത് ചെയ്യും? ആ ചിലയിടത്തൊക്കെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ സ്തോത്രം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവമാണെന്ന് അറിയണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നാം മൗനമായിരിക്കണം, നാം മിണ്ടാതിരിക്കണം. സ്തോത്രം. നമുക്കിഷ്ടമുള്ളത് ചെയ്യുവാനുള്ളതല്ല. അങ്ങനെയുള്ളവര് അവരെ തന്നെ പ്രസാദിപ്പിക്കുന്നവരാ. 2, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരുണ്ട്. മറ്റുള്ളവർ കണ്ടാൽ എന്ത് ചിന്തിക്കാം? സ്തോത്രം. ഞാൻ കൈയടിക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ എന്നെ എന്ത് ചെയ്യും അവർ? അതുകൊണ്ട് ഞാൻ എൻ്റെ കൈയടി, ആരെങ്കിലും ഒരു വാക്ക് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതോടെ പ്രാർത്ഥന തീർന്നു, സാക്ഷ്യം തീർന്നു, കൈയടി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, അവരല്ല നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഈ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നത് അവരല്ല. ഞാൻ ആത്മാർത്ഥമായി വ്യക്തതയോടെ എൻ്റെ അനുഭവത്തിന് വിളിച്ചതേ പറയാം. നമ്മുടെ സുഹൃത്തുക്കളും കൂട്ടുകാരും എല്ലാം താൽക്കാലികം മാത്രമാ. നാം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മാത്രമാ ഇവരെല്ലാം കൂടെയുള്ളത്. സ്തോത്രം. പക്ഷെ ഇതൊക്കെ കഴിയുമ്പോൾ അവർ വേണ്ടെന്നല്ല, അവരെല്ലാം നമുക്ക് ആവശ്യമാ. എന്നാൽ ഇത് കഴിയുമ്പോൾ സ്തോത്രം നമുക്ക് നിത്യമായ ഒരു ആശ്വാസം നൽകുന്നത് നമ്മുടെ കർത്താവ് മാത്രമാ. അതുകൊണ്ട് കൂടെയുള്ളവരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ഇരുപ്പാൻ. Thank you, Jesus. Praise God. Hallelujah. അതുകൊണ്ട് യോഹന്നാൻ്റെ 8:29 നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. യോഹന്നാൻ 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായിട്ട് എന്ത് ചെയ്തിട്ടില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെ കൈവിടാത്ത ഒരു കർത്താവ്. അവൻ ഏത് മേഖലകളിലോ പ്രതികൂല സാഹചര്യങ്ങളിലോ പ്രതിസന്ധി സാഹചര്യങ്ങളോ പ്രിയ ദൈവത്തിന്റെ പൈതലെ, ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തയ്യാറായാൽ അവിടുന്ന് നമ്മെ കൈവിടുന്ന ദൈവമല്ല. ഇന്ന് പകൽക്കാലം വ്യക്തതയോടെ വിളിച്ചു പറയാം, ദൈവാത്മാവിന്റെ നിയോഗത്തെ വിളിച്ചു പറയാം. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറയുവാൻ കഴിയട്ടെ, എന്നെ കൈവിടാതെ എന്നെ നടത്തുന്നത് അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആ പ്രസാദിപ്പിക്കുന്നവരെ, ദൈവഹിതം അന്വേഷിക്കുന്നവരെ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദൈവമക്കളെ അവൻ സ്തോത്രം കർത്താവ് കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക്, നമ്മുടെ സമയം മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത് എഴുതിയിരിക്കുക, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണം. ഞാൻ മുമ്പേ പറഞ്ഞേ, ആമേൻ, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്റ്റാൻഡേർഡ്. ആമേൻ, കർത്താവിന് യോഗ്യമാവണം എന്ത് ചെയ്യണം? നടക്കണം. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നടക്കണം. സ്തോത്രം. ഈ നമ്മുടെ
നടപ്പ് ദൈവത്തിൻ്റെ വഴികളിൽ തന്നെ ആയിരിക്കണം. സ്തോത്രം. വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ ഞാൻ ഈ ബാഹ്യമായ കാര്യം ഉദാഹരണമായിട്ടൊന്ന് എടുക്കുക, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ മുൻപിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഉണ്ട് എന്നിരിക്കട്ടെ. നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ എത്രയോ മാന്യമായിട്ടുള്ള വാക്കുകളായിരിക്കും നാം ഉച്ചരിക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ മര്യാദയ്ക്കായിരിക്കും നാം സഞ്ചരിക്കുക. സ്തോത്രം. ബാഹ്യമായ മനുഷ്യൻ്റെ മുൻപാകെ അങ്ങനെയാണെങ്കിൽ സർവശക്തനായ, സർവത്തിനും അധിപതിയായ, സകലതും അറിയുന്ന, നമ്മുടെ ഹൃദയങ്ങളെ പോലെ ശോധന ചെയ്യുന്ന, സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന സ്തോത്രം ആ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന വിളി നമ്മെ രാജകീയ പുരോഹിത വർഗം എന്ന വിളിയാണെങ്കിൽ, വിശുദ്ധ ജനം എന്ന വിളിയാണെങ്കിൽ, സ്തോത്രം അവിടുത്തെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ അതിനല്ലേ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയട്ടെ, എൻ്റെ നടപ്പ് എൻ്റെ കർത്താവിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം, ഒന്ന്, നമ്മുടെ നടപ്പ് ദൈവപ്രസാദമുള്ളത്. ഞാൻ ആ വാക്കൊന്നും കൂടെ ആവർത്തിക്കാം, നിങ്ങൾ മറന്നു പോകാതിരിക്കേണ്ടതിന്. ആമേൻ. ദൈവത്തിൻ്റെ മുൻപിൽ നടപ്പ് പൂർണ്ണ പ്രസാദത്തോടെ ആയിരിക്കുന്ന ദൈവമക്കളെ ദൈവം കൈവിടുകയില്ല. പ്രതികൂല സാഹചര്യങ്ങൾ വന്നോട്ടെ, പ്രതിസന്ധി സാഹചര്യങ്ങൾ വന്നോട്ടെ, അവയെ കർത്താവ് കൈവിടുകയില്ല, അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല. സ്തോത്രം. അവിടുന്ന് അതിശയകരമായി നടത്തുക തന്നെ ചെയ്യും. 2, നിറവ്. അതിൻ്റെ അടുത്ത വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ഈ ആത്മീകമായ ജ്ഞാനവും വിവേകവും ഉള്ളവർക്കേ കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ അറിവ് ലഭിക്കത്തുള്ളൂ. വചനം എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ മറ്റൊരു പ്രാർത്ഥന എഫേസ്യ സഭയോടുള്ളത്, നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്ത് ചെയ്യണം? നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങളത് തിരിച്ചറിയണം. സ്തോത്രം. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ആമേൻ ഈ വിളിയെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ ഈ വചനഭാഗമൊക്കെ എടുത്ത് വായിച്ചിട്ട് ആ വിളിയെക്കുറിച്ചുള്ളൊരു ബോധ്യത്തിലേക്ക് ചെന്നിട്ട് പറയണം, കർത്താവേ, അങ്ങ് എന്നെക്കുറിച്ച് വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് അങ്ങേക്കൊരിഷ്ടമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നമ്മെക്കുറിച്ചെല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം. ആ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് യഥാർത്ഥമായ ബോധ്യം ലഭിക്കണമെങ്കിൽ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. സ്തോത്രം. ഈ നിറവെന്നുള്ളത് ഒരിക്കൽ കൂടെ പറയാം, നിറവ് ആന്തരികമായിട്ട് സംഭവിക്കുന്നത്, നടപ്പ് ബാഹ്യമാണ്. അവൻ നിറവ്, ആന്തരികമായ നിറവ് സംഭവിച്ചവന്റെ നടപ്പ് കണ്ടാൽ അറിയാം, സ്തോത്രം, അവൻ ആത്മീകനാണോ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണോ എന്ന്. സ്തോത്രം. ഈ നിറവ് പ്രാപിച്ചവർക്ക് അകത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്? സ്തോത്രം. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നത്, വായിലൂടെ പുറത്തേക്ക് വരും. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അവൻ എന്താണോ നിറഞ്ഞു നിൽക്കുന്നത്, ഏതെങ്കിലുമൊക്കെ സമയത്ത് അത് പൊട്ടി പുറത്തേക്ക് വരും. ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം പറയട്ടെ, ഈ ആത്മാവിൻ്റെ നിറവും സ്തോത്രം ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിൻ്റെ നിറവും നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു ചിന്ത വ്യാപരിക്കും, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമല്ലാത്തതൊന്നോ ഞാൻ ചെയ്യുകയില്ല. സ്തോത്രം. ഈ ലോകത്തിന് നൽകുവാൻ കഴിയാത്ത ജ്ഞാനവും വിവേകവും നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തരും. നമ്മളൊരു പാട്ട് പാടും, നിന്റെ ഹിതം പോ തീടണമേ എൻ്റെ ഹിതം നിന്റെ ഹിതം
ഈ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകുവാൻ കഴിയുന്നവൻ ആ ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുത്തെ ഇഷ്ടമനുസരിച്ച്. ഈ പാട്ടുകാരൊന്നും വെറുതെ പാടിയതല്ല, അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ കർത്താവിനോട് കൂടെ സഞ്ചരിക്കുവാനുള്ള ആകാംക്ഷ നിറഞ്ഞു നിൽക്കുമ്പോൾ, സ്തോത്രം, ആ ജ്ഞാനത്തിൻ്റെ അവൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ നിറവ് അവരിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, അവിടെ ഇഷ്ടത്തിൻ്റെ അവൻ നിറവ് അവരിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, അവരെഴുതിയ ഗാനങ്ങൾ നാം ചേർന്ന് പാടുമ്പോൾ, സ്തോത്രം, അവരോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയണം, എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറുമാറാകണമേ. അവിടുത്തെ ഇഷ്ടം നിറവേറി ജീവിക്കുന്നവർക്ക് മാത്രമേ ഇതിന് മുകളിൽ ചില വാക്യങ്ങൾ കിടപ്പുണ്ട്, ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത വാക്ക് ഇങ്ങനെയല്ലേ പറയുന്നത്, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള, സ്തോത്രം, ഈ കൊലോസ്യർക്ക് ഇത് അനുഭവമുള്ളവരാ. ഇതിൻ്റെ 6-ാമത്തെ വാക്യത്തിലും അത് തന്നെ പറയുന്നുണ്ട്, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ, നിങ്ങളുടെ ഇടയിൽ മാത്രമല്ല, സർവ്വലോകത്തിലും നിങ്ങൾ എവിടെല്ലാം ചെല്ലുന്നുവോ അവിടെയെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്തോത്രം. ഈ സഭയ്ക്കകത്ത് ഫലം കായ്ക്കണം, സഭയ്ക്ക് പുറത്ത് എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. ചിലർക്ക് സഭയ്ക്കകത്ത് മാത്രമേ ഫലമുള്ളൂ, പുറത്ത് എന്ത് ചെയ്യില്ല? ഫലമില്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതല്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദൈവ പൈതൽ, സ്തോത്രം, സഭയ്ക്കകത്ത് ഫലമുള്ളവരാകണം, ഫലം കായ്ക്കുന്നവരാകണം. സഭയ്ക്ക് പുറത്തും എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. സ്തോത്രം. ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ ആ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, സ്തോത്രം, നമ്മെ വിളിച്ച ദൈവം എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ആമേ. നമ്മുടെ കുഞ്ഞുങ്ങൾ നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കണമെന്ന്. അങ്ങനെ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മാതാപിതാക്കൾ ഇവിടെ ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. ഉണ്ടെന്നാണ് തോന്നുന്നല്ലേ? അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്തോട്ടെ, ജീവിച്ചോട്ടെ. അങ്ങനെ ചിന്തിക്കുന്നവരൊന്നും ഇല്ല എന്ന കരുതുന്നത്. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരൊക്കെ ഉണ്ട്. ആമേൻ, സ്തോത്രം. അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ പോകുന്ന അതേ വഴിയിൽ പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമെന്ന്. സ്തോത്രം. ഞാൻ ഈ +2 ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചില പ്രിയപ്പെട്ടവരൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്, പാർശ്വയും മറ്റൊന്നും ലഭിച്ചില്ലേലും കർത്താവിന് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്ത്യത്തോളം നിലനിൽക്കുന്നു എന്ന് കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന്. ഈ ദൈവത്തിൻ്റെ പൈതലെ പറയട്ടെ, സ്തോത്രം, നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മുടെ തലമുറകൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന്. സ്തോത്രം. അതിലപ്പുറം ഒരു സന്തോഷം പേരൻസ് ആകുന്ന നമുക്കില്ല എങ്കിൽ, ഇന്ന് പകൽ ചോദിക്കട്ടെ, നമ്മെ വിളിച്ച ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി രക്തം ഊറ്റി തന്ന ഒരുവനുണ്ട്, സ്തോത്രം, നമ്മെ ജനിപ്പിച്ച ഒരുവനുണ്ട്. സ്തോത്രം. ആ ദൈവത്തിന്റെ മുൻപാകെ സ്തോത്രം, നമ്മെ അവിടുത്തെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ എത്രമാത്രം വേദനയോടെ ആയിരിക്കും നമ്മുടെ കർത്താവ് നമ്മെ കാണുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? നമുക്ക് ഒരുമിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ, അതേ കർത്താവേ, ഫലം കായ്ക്കുവാൻ എന്നെ ഞാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാ. സഭയ്ക്കകത്ത് സാക്ഷ്യം പറയുക മാത്രമല്ല, സഭയ്ക്ക് പുറത്ത് അത് കൊള്ളാവുന്ന ഒരു സാക്ഷ്യമായി, ഒരു വിറ്റ്നസ്സായി ഞാൻ അനുഭവിച്ചതും എൻ്റെ ദൈവം എനിക്ക് ചെയ്തതും പറയുവാനോ, അതിൻ പ്രകാരം ജീവിക്കുവാനും സൽപ്രവർത്തികളിൽ ഫലം കായ്ക്കുവാനും ഞാൻ എന്നെ ഏൽപ്പിച്ച് തരികയാ. സ്തോത്രം. ആമേൻ. എത്ര വളർന്നാലും യഥാർത്ഥമായ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ആ വളർച്ച വ്യർത്ഥമാ. ആമേൻ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം, ഞാൻ സമയം മുന്നോട്ട് പോയി അതുകൊണ്ട് പറയുന്നില്ല. ആമേൻ. നമുക്കൊരു തോട്ടക്കാരനുണ്ട് എന്ന ബോധ്യത്തോടെ ആമേൻ നല്ല ഫലം കായ്ക്കുവാൻ, വളരെ ഫലം കായ്ക്കുവാൻ, അധിക ഫലം കായ്ക്കുവാൻ, കർത്താവിൻ്റെ ഹിതമാവണ്ണം സഞ്ചരിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുക, 11-ാമത്തെ വാക്യം, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിന് വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ എന്ത് ചെയ്യണം? ആമേൻ. പൂർണ്ണ ശക്തി പ്രിയ ദൈവത്തിന്റെ പൈതലെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാ. ദൈവത്തിന് മാത്രമേ ഈ പൂർണ്ണ ശക്തി നൽകുവാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം നാം എന്ത് ചെയ്യണം? ബലപ്പെടണം. ഈ പൂർണ്ണ ശക്തി നമുക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് ഈ വചനപ്രകാരം അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനല്ല, ശക്തമായി പ്രസംഗിക്കേണ്ടതിനല്ല, അവൻ നീണ്ട പ്രാർത്ഥന കാഴ്ചവെക്കേണ്ടതിനല്ല. അവൻ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, അവൻ ഇന്ന് പകൽക്കാലം വായിക്കട്ടെ, സഹിഷ്ണുതയ്ക്കും. ആ വാക്യം ഒന്ന് വായിക്കാമോ? സ്തോത്രം. അതേ പറഞ്ഞ അത്ഭുതങ്ങൾ ചെയ്യാനല്ല, പ്രസംഗിക്കാനല്ല, സഹിഷ്ണുതയ്ക്കും. സ്തോത്രം. ഒന്നും കൂടെ പറയാം, പരീക്ഷ സഹിക്കുന്നതിനും
ദീർഘക്ഷമയ്ക്കും ആമേൻ അവിടുത്തെ ശക്തി ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യനെ ചലഞ്ച് ചെയ്യുന്ന ഒരു വിഷയമാണ്. സ്തോത്രം. ആമേൻ പിടിച്ചു നിർത്തുവാൻ കഴിയാത്തൊരു വിഷയമാണ്. സ്തോത്രം. എന്നാൽ സഹിഷ്ണുതയും ദീർഘക്ഷമയോ സഹന ശക്തിയും വേണമെങ്കിൽ സ്തോത്രം അവിടുത്തെ പൂർണ്ണ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരണം. ഒരു ദൈവ പൈതൽ അവിടുത്തെ അളവറ്റ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയണം. ഒന്നും കൂടെ ആവർത്തിക്കാം. കർത്താവ് യേശു ക്രിസ്തുവിനെ മാതൃകയാക്കി, സ്തെഫാനോസിനെ മാതൃകയാക്കി പ്രതികാരം ചെയ്യുവാനായിട്ടല്ല, ദീർഘക്ഷമയോടെ നമ്മെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുവാൻ. നമ്മെ സ്തെഫാനോസ് പറഞ്ഞതുപോലെ അവരുടെ കുറ്റം അവരുടെ മേൽ വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ സ്തോത്രം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ, ആ പൂർണ്ണ ശക്തിയാണ് നമുക്ക് വേണ്ടത്. സഹിഷ്ണുതയ്ക്ക് ആവശ്യമായ, ദീർഘക്ഷമയ്ക്ക് ആവശ്യമായ ആ ദൈവിക ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം, ഫലം കായ്ക്കണം. നമ്മുടെ നടപ്പ് ആത്മാവിൻ്റെ ശക്തിയാലുള്ള നിറവ് അത് ദൈവഹിത പ്രകാരമായിരിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചായിരിക്കണം, പൂർണ്ണ പ്രസാദത്തിനായിട്ടുള്ളതായിരിക്കണം. കർത്താവെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കേൾക്കപ്പെട്ട വചനം അടിയങ്ങൾക്ക് പ്രയോജനമാകും. അതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അടിയനെയും ഏൽപ്പിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു തരട്ടെ. ആമേൻ. വചനപ്രകാരം ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ നടപ്പ് അവിടുത്തെ പൂർണ്ണ പ്രസാദത്തിനായി, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നിറവ് അവിടുത്തെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിനൊത്തവണ്ണമാകുവാൻ ആ ശക്തി കർത്താവെ സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായിട്ടുള്ളത് കേൾക്കപ്പെട്ടതിനായി സ്തോത്രം. പ്രകാരം ജീവിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. നാമ തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുന്ന ദൈവമക്കൾക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കൂടെ ദൈവകരങ്ങളിലേക്ക് നാം ഏൽപ്പിക്കാൻ